യു പ്രതിഭയുടെ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് റിപ്പോർട്ടർ പ്രതിനിധിയോട് ക്ഷുഭിതനായി ജി സുധാകരൻ. തേർഡ് റേറ്റ് ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണ് പ്രതികരണം. സുധാകരന്റെ ഭാര്യയും അധിക്ഷേപ സ്വരത്തിൽ സംസാരിക്കുകയായിരുന്നു. ചുമ്മാ ആവശ്യമില്ലാത്ത പേരൊക്കെ പറയാം. വെറുതെ നിങ്ങളെ മുതലെടുക്കാൻ പറയല്ലേ എന്തായിരിക്കും നിങ്ങളെ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. അത് നിങ്ങളുടെ കൈവച്ചാൽ മതി. നിങ്ങളുടെ അനാവശ്യമായ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ഇത് പറയണം. അവരൊന്നും വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? പറയണ്ടെന്ന് പറഞ്ഞ ശേഷം എന്നെ അത് പറയുകയാണ്. കണ്ടില്ലേ, നിങ്ങളെന്തോ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. ഇത് കൈ വെച്ചാൽ മതി. ഇതൊക്കെ കൈ വെച്ചാൽ മതി. അല്ല ഇതല്ലെങ്കിൽ സാധനം ഉള്ളതുകൊണ്ടേ അധികം വിളയണ്ട. മിണ്ടാതിരിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കുന്നത് അത് ചോദിക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും ചോദിച്ചെന്തിനാ? റീല എന്തോന്ന് റീല്? ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുതെന്നാ പറഞ്ഞത്. മറുപടി പറയേണ്ടാത്ത കാര്യം വന്ന് ചോദിക്കുന്നത്. രാവിലെ ഇവിടെ വീട്ടിൽ മിണ്ടാ നിൽക്കുന്നേ. ചുമ്മാ നിൽക്കേ. ഇവരെ ആരാ പേടിക്കുന്നത്? ഇവരെ വീട്ടിൽ ഞാൻ പിടിച്ചിട്ട് വന്നതാണോ? അല്ലല്ലോ. വന്നിട്ട് അനാവശ്യങ്ങൾ ചോദിക്കുക. അത് ചോദിക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെയും ചോദിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആരാണോട് ഡിസ്കസ് ചെയ്തിട്ട് വന്നിരിക്കുക. അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കാണാൻ കുറച്ച് ഇത്തരത്തെ ഉദ്വാസം എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്ക് ചോദിക്കാനെല്ലാം ചോദിക്കാനുള്ള ആളല്ല ഞാൻ. പിന്നെ നിങ്ങൾക്ക് ചോദിച്ചേ പറ്റൂ അല്ലേ? മനീഷ് മഹിപാൽ അധികം വേണ്ട കേട്ടോ. എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അന്നേരം മുതൽ. ആരുടെ സ്റ്റുഡന്റ് ആയിരുന്നാ? നന്നായിട്ട് നീ പഠിപ്പിച്ചില്ലേ? കോളേജിൽ കളിച്ചതാ. ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിവാദം ഉണ്ടാക്കാനുള്ള ചോദ്യമായി ചോദിച്ചത്. ഞാനത് തൊട്ടില്ല. തൊടാൻ പിന്നെ അത് ചോദിക്കുകയാണ്. പിന്നെ അത് അപ്പോൾ ആ വിവാദം ഉണ്ടാക്കാനാണ്. അതും ഒരിക്കലും നമ്മൾ പരാമർശിക്കാൻ പാടില്ലാത്ത ഒരാളെ പറ്റി. ഇന്നലെ DC-യിൽ നാസറിന്റെ പുറകെയായിരുന്നു. പോട്ടെ. അപ്പോ അല്ല, നിങ്ങളുടെ ജോലി ഇതല്ല. അന്തസ്സായ പത്രപ്രവർത്തകരാണ്. ഇതൊന്നും അല്ല ജോലി. ഇതൊക്കെ വെറും എന്തോ പറയുന്നത്. തേർഡ് റേറ്റും അല്ല. അതൊന്നും പറയുന്നത്. ഇതൊന്നും അല്ല പ്രവർത്തനം. ഇതാണ് നിങ്ങൾ ഇതാണ് നിങ്ങൾ. പിന്നെ ഇവിടെ എന്റെ വൈഫ് അല്ല എന്താ പിന്നെ എന്റെ വീടായി എന്റെ വീടാണിത്. തനിക്ക് വേണേ പോവാം. നിങ്ങൾക്ക് പോവാം. ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഇവിടെ നിൽക്കത്തില്ലേ? അവനങ്ങനെ സംസാരിക്കാറില്ലല്ലോ മുന്നിൽ നിന്ന്. തേർഡ് റേറ്റ് അതിനേക്കാൾ താഴെയാണ് ഞാനാ പറഞ്ഞത്. നിങ്ങൾ അനാവശ്യം ഇവിടെ കാര്യമായ ഒരു കാര്യം അവർ ചോദിച്ചോണ്ടിരിക്കും. അവിടെ ഒരാളിങ്ങനെ വന്നിട്ട് നേരത്തെ ആരോട് ഡിസ്കസ് ചെയ്തിട്ട് വരിക. ഇതൊക്കെ എനിക്കറിയാം. ഒന്നും വേണ്ട. മനീഷ് മഹിപാൽ, ഇപ്പോൾ ജി സുധാകരന് പ്രകോപനമുണ്ടായത് എന്താണ്? പ്രതിഭയുമായി ബന്ധപ്പെട്ട പ്രതിഭ ഉയർത്തിയ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ, നേതാക്കൾക്കെതിരെ, അതോടൊപ്പം തന്നെ ജി സുധാകരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പറഞ്ഞതില്ലേ? ആ ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രത്തോളം പ്രകോപിതനായത് മനീഷ്? സ്മൃതി, യു പ്രതിഭ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിരന്തരമായി ജി സുധാകരൻ പാർട്ടിക്ക് പുറത്തു പോയ ശേഷം പറയുന്നത്. അതായത് കായംകുളത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായി. അതിന്റെ പിന്നിൽ പാർട്ടി പ്രവർത്തകർ നല്ല രീതിയിൽ പണിയെടുത്തില്ല എന്നായിരുന്നു യു പ്രതിഭയുടെ പരാമർശം. അതുതന്നെ ജി സുധാകരൻ പലതവണ ആവർത്തിച്ചിരുന്നു. പാർട്ടിക്കുള്ളിൽ ചില ക്രിമിനലുകളുണ്ട്. അതിനെ സംബന്ധിച്ച് ഇന്നലെ ജില്ലാ സെക്രട്ടറി ആർ നാസറും പ്രതികരിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിലാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ വിഷയം, അത് ഈ ഒരു പ്രതികരണം ആരാഞ്ഞത്. പക്ഷേ യു പ്രതിഭയുമായി ബന്ധപ്പെട്ട ചോദ്യം പോലും മുഴുമിപ്പിക്കാൻ അദ്ദേഹം അതിന് തയ്യാറായില്ല. ആ ചോദ്യം കേൾക്കാൻ പോലും തയ്യാറില്ല. അതിനു മുൻപ് തന്നെ അതിന് മറുപടിയില്ല. ആ പേര് പറയണ്ട എന്ന രീതിയിലായിരുന്നു. പക്ഷേ ആ ചോദ്യം പൂർണ്ണമാക്കാൻ വേണ്ടി പൂർണ്ണമാക്കാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല.